ഹായ് അസ്സലാമു അലൈക്കും. അപ്പം നമ്മുടെ വീട്ടിൽ കളയുന്ന രണ്ടേ രണ്ട് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കിയാലോ. അപ്പോൾ വളരെ എളുപ്പമാണ്, പ്രത്യേകിച്ച് നമുക്ക് ചിലവോ ഒരുപാട് സമയനഷ്ടങ്ങളോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മൾ വീട്ടിൽ വെറുതെ കളയുന്ന സാധനം നമുക്കതൊന്ന് എടുത്ത് വെച്ചാൽ നമുക്ക് ഇതേപോലെ ചെടികൾക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ട, അതിൻ്റെ ഗുണങ്ങളൊക്കെ എന്തൊക്കെയാണ് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എൻ്റെ ചാനലിൽ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും കാണുക. അപ്പോൾ വീട്ടിൽ ഇതുപോലെ ചെടികളൊക്കെ വളർത്താൻ ആഗ്രഹമുള്ളവരാണ് വെച്ചാൽ ഈ വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത് കേട്ടോ. ഒരുപാട് ടിപ്സും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അതേപോലെ തന്നെ ഓൾ ബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ഒരുപാട് വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കിച്ചൺ ടിപ്സ് ആണെങ്കിലും ബ്യൂട്ടി ടിപ്സ് അങ്ങനെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനലിലൊക്കെ കയറി നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ആ ഓൾ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിൽ മെയിനായിട്ടുള്ളതാണ് കേട്ടോ മുട്ടയുടെ തോല്. അപ്പോൾ പലർക്കും അറിയാവുന്ന കാര്യമാണ്, നമുക്ക് മുട്ടത്തോട് നമുക്ക് ചെടികൾക്കൊക്കെ നല്ലതാണെന്നറിയാം. പക്ഷെ അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കൃത്യമായ രീതിയിൽ പലർക്കും അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ഇത് കൈ കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പൊടിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാറാണ് ഉള്ളത്. പക്ഷെ നമ്മളങ്ങനെ ഒരിക്കലും ചെയ്യരുത്, കാരണം അതിൻ്റെ ന്യൂട്രിയൻസ് നമുക്ക് ചെടികൾക്ക് കിട്ടണമെങ്കിൽ അത് ഒരുപാട് മാസങ്ങളോളം പിടിക്കും കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ ഒരു മിക്സി എടുത്തതിന് ശേഷം നമുക്ക് ഈ മുട്ടത്തോട് നമ്മൾ നല്ലോണം വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കിയെടുത്താണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ലോണം ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ മുട്ടയിലുണ്ടാവുന്ന ആ ലിക്വിഡായിട്ടുള്ളതൊക്കെ നമുക്ക് നല്ലോണം ഡ്രൈ ആയി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണല്ലേ മുട്ടത്തോടിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ചെടികളിലെ റൂട്ട്സ് സ്ട്രോങ് ആക്കാൻ അതേപോലെ തന്നെ ഇലകൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരാനും അതുപോലെ തന്നെ നമുക്ക് പ്ലാന്റിൽ വരുന്ന പല അസുഖങ്ങൾക്കും നമുക്കിതൊരു സൊല്യൂഷൻ കൂടിയാണ് കേട്ടോ. അതേപോലെ തന്നെ ഇതിൽ ധാരാളം കാൽസ്യം കാർബണേറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ചെടിയുടെ വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് മുട്ടത്തൊലി പൊടിച്ച് മണ്ണിൽ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇത് നമുക്ക് മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കാൻ വളരെ സഹായിക്കുന്നു. അതുപോലെ തന്നെ മണ്ണിൻ്റെ ബാലൻസ്ഡായി സഹായിക്കാനും അതേപോലെ നമുക്ക് റൂട്ട് നല്ല സ്ട്രോങ് ആക്കാനും സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് വേണ്ടതാണ് നമുക്ക് വലിയുള്ളിയുടെ തൊലിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വലിയുള്ളിയുടെ തൊലി നമ്മൾ വെറുതെ കളയുന്ന ഒന്നാണ് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് എപ്പോഴും ഇതുപോലെ ഒന്ന് എടുത്ത് വെക്കുകയാണ് വെച്ചാൽ നമുക്ക് ഇതും ഇതുപോലെ വെയിലത്തൊന്ന് വെച്ചിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാം നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പം നമുക്ക് ഉള്ളിത്തൊലിയിലുള്ളത് നമുക്ക് കൂടുതലായിട്ട് കാണപ്പെടുന്നത് നമുക്ക് പൊട്ടാസ്യം അതുപോലെ തന്നെ ഫോസ്ഫറസ് സൾഫർ അതുപോലുള്ള ന്യൂട്രിയൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ചെടിയുടെ വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സാധാരണ നമ്മൾ പച്ചക്കറി വെച്ചിട്ട് നമ്മൾ വളമൊക്കെ ചെയ്യാറുണ്ട്, എന്നാലും ഇത് തനിയെ നമ്മൾ മണ്ണിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റേതായ ഗുണങ്ങൾ നമുക്ക് ചെടികൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുക കേട്ടോ. അപ്പം ഞാനിത് കുമ്മായൊക്കെ ഇട്ട് പുളിപ്പ് കളഞ്ഞ മണ്ണാണ് കേട്ടോ. അപ്പോൾ അതിലോട്ടാണ് നമ്മുടെ വളത്തിനായിട്ട് നമ്മളിതിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് വെല്ലുള്ളിയുടെ തൊലിയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ മുഴുവനായിട്ടിടുമ്പോൾ അതിലെ ന്യൂട്രിയൻസ് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചെടികൾക്ക് കിട്ടാനൊന്നുമില്ല. അത് നമ്മളിങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആഴ്ചകൾ കൊണ്ട് തന്നെ നമുക്കതിൻ്റെ നമുക്കത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ. ചെടികൾ പെട്ടെന്ന് തന്നെ നല്ല വളർച്ചയിലെത്തിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നല്ല റൂട്ടൊക്കെ നല്ലോണം സ്ട്രോങ് ആവുകയും അതുപോലെ ചെടികളൊക്കെ നല്ലോണം വളർച്ചയായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ പൊടിച്ച് വയ്ക്കുന്ന നമ്മുടെ മുട്ടയുടെ ഷെല്ലാണ്. അപ്പോൾ നമുക്ക് മുട്ടത്തൊലിയാണ് കേട്ടോ. അപ്പോൾ അത് ഏകദേശം അതൊരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് ഞാൻ എല്ലുപൊടിയാണ്. എല്ലുപൊടിയും നമുക്ക് ഏകദേശം നിങ്ങളുടെ അടുത്ത് ചെറിയൊരു കപ്പുണ്ട് വെച്ച് ഒരു 2 കപ്പ് എടുത്താൽ മതി. അതുപോലെ തന്നെ മുട്ടയുടെ തൊലി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നമുക്കൊന്ന് മണ്ണിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഡയറക്റ്റായിട്ട് നമ്മൾ
ചെടിയിൽ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും നമ്മളിതുപോലെ മണ്ണിൽ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് വെച്ചാൽ കുറച്ചും കൂടി ബെനിഫിറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഏതാണോ നമ്മുടെ ചെടികളുള്ളത്, അപ്പോൾ പിന്നെ അത് മാത്രമല്ല കേട്ടോ, നമ്മൾ പച്ചക്കറി ചെടികൾക്ക് മാത്രമല്ല നമ്മൾ റോസ് ചെടികൾക്ക് പൂക്കൾ വരാനുള്ള ചെടികൾക്ക് ഇട്ട് കൊടുക്കുകയാണ് വെച്ചാൽ ഒരുപാട് ഗുണങ്ങളാണ് കേട്ടോ. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പൂക്കൾ വരികയും അതുപോലെ തന്നെ നമുക്ക് പൂക്കൾ കൊഴിഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കും കേട്ടോ. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ എല്ലുപൊടി ചേർക്കുന്നത് കൊണ്ട് തന്നെ എല്ലുപൊടിയിലും ധാരാളം ഫോസ്ഫറസും കാൽസ്യം ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ റൂട്ട് നല്ലോണം ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്ലവറിങ്ങിനൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫെർട്ടിലൈസർ. അപ്പോൾ വളരെ എളുപ്പമാണ്. നമ്മൾ വെറുതെ കളയുന്ന കുറച്ച് സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ചെടികൾക്ക് വേണ്ട നല്ല സ്ട്രോങ് ആയിട്ടുള്ള നമുക്ക് വളം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് അതുപോലെ തന്നെ നമ്മുടെ പയർ ചെടിക്കും അതേപോലെ കുറേ ചീര ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും മണ്ണ് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ റോസ് ചെടിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോയും ഞാൻ കാണിച്ചു തരുന്നില്ല, കാരണം നമുക്ക് വീഡിയോ ഒരുപാട് ലോങ് ആകുമ്പോൾ എല്ലാവർക്കും കാണാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ മണ്ണ് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ വളമൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മുടെ റൂട്ടിലൊക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇതിന് ന്യൂട്രിയൻസൊക്കെ ഇറങ്ങാനും അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ച എല്ലാ റിസൾട്ടും കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് കയ്പ്പയ്ക്ക ചെടിയാണ്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പൂക്കാനും കായ്ക്കാനും ഒക്കെ വളരെ സഹായിക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ ചീരയൊക്കെ ആണ് വെച്ചാലും നല്ല സ്ട്രോങ് ആയിട്ട് വളരാനും വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഇനി ഇതിൽ മെയിനായിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് സ്ലോ ആയിട്ട് റിലീസാവുന്ന ഒരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ന്യൂട്രിയൻസും വളരെ സ്ലോ പ്ലാന്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് കൂടുതൽ കാലം നമുക്ക് ലോങ് ടേം ബെനിഫിറ്റ് കിട്ടുന്ന ഒന്നാണ് കേട്ടോ. കാരണം നമുക്കിത് പതുക്കെ പതുക്കെ നമുക്ക് ഇതിൻ്റെ ന്യൂട്രിയൻസ് ചെടികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയും അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് കാലം നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് ഈ മണ്ണിൽ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ വളങ്ങളൊക്കെ ഇടുമ്പോൾ നമുക്കൊരു 10-15 ദിവസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇതിൻ്റെ ന്യൂട്രിയൻസ് നമുക്ക് കുറേ കാലത്തേക്ക് നമുക്ക് മണ്ണിൽ ഉണ്ടാവുകയും അതേപോലെ തന്നെ നമുക്ക് ചെടികൾക്കൊക്കെ കിട്ടുകയും ചെയ്യും. എന്നാലും നമ്മൾ വീട്ടിൽ നമ്മൾ വെറുതെ കളയുന്ന തോടായത് കൊണ്ട് തന്നെ നമ്മൾ മാസത്തിലൊരു പ്രാവശ്യം നമ്മൾ അതുപോലെ ചെടികൾക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് ആയിരിക്കും കേട്ടോ കിട്ടുക. അതുപോലെ തന്നെ തക്കാളി ചെടിക്കൊക്കെ നമ്മൾ പൂക്കാനൊക്കെ ആയിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ റൂട്ടൊക്കെ നല്ലോണം സ്ട്രോങ് ആവാനും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റെമ്പും അതുപോലെ തന്നെ ഇലകൾക്കൊക്കെ വരുന്ന പല അസുഖങ്ങൾക്കും എല്ലാത്തിനും നല്ല ഒരു ഫെർട്ടിലൈസർ കൂടിയാണ് കേട്ടോ അത്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ആരും മുട്ടത്തോടും അതേപോലെ തന്നെ ഉള്ളിയുടെ തൊലി ഒന്നും കളയരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മാസം നമ്മൾ ഉപയോഗിക്കുന്ന മുട്ടത്തോടും അതുപോലെ തന്നെ ഉള്ളിയുടെ തൊലിയൊക്കെ നമ്മൾ എടുത്ത് വെക്കുകയാണ് വെച്ചാൽ ഇതേപോലെ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായും ഇത് ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ശരിയായ രീതിയിൽ തന്നെ മുട്ടത്തോട് നമ്മൾ ഉപയോഗിക്കുക, എന്നാൽ മാത്രമേ അതിൻ്റെ ന്യൂട്രിയൻസ് എല്ലാം നമുക്ക് ചെടിയിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.